നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആരാധകർ ആവേശത്തിലാണ്. അർജന്റീന വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയ വഴി ഏതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ഒരു ക്വിക്ക് റിവ്യൂ മാത്രമാണ്. ഡീപ്പായിട്ടുള്ള വിശകലനങ്ങളൊക്കെ നമ്മൾ പിന്നാലെ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ ഷിയാബ്സോറുമൊത്ത് ചെയ്യും. ഇപ്പോൾ നമ്മൾ കളി കണ്ടതിൻ്റെ ഒരു ആവേശത്തിൽ കളി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞു പോവുകയാണ്. 3-1 വിജയം അർജന്റീന അർഹിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ റെഡ് കാർഡ് വാങ്ങി ഒരുത്തൻ കളിക്കളം വിട്ടാൽ സ്വിറ്റ്സർലൻഡ് പോലൊരു ടീമിന് പിന്നെ വിജയത്തിന് അർഹതയുണ്ടോ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ എംബോളോയുടെ വലിയ മണ്ടത്തരം അത് തന്നെയാണ് സ്വിറ്റ്സർലൻഡിന് കാര്യങ്ങൾ എതിരാക്കി തിരിച്ചത്. അർജന്റീനയ്ക്ക് ഇവിടെയുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് അവരുടെ 2 സ്ട്രൈക്കർമാരും ഗോളടിച്ചു. സ്ട്രൈക്കർമാർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതങ്ങ് തീർത്തു. ഹുലിയൻ അൽവാരസും ലൗതാരോ മാർട്ടിനസും എക്സ്ട്രാ ടൈമിൽ ഗോളടിച്ചു. പിന്നെ അലക്സിസ് മാക്കലിസ്റ്ററുടെ ഒരു ഹെഡർ ഗോൾ. മെസ്സി ഗോളടിച്ചില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വക ഒരു അസിസ്റ്റ് കോർണർ വഴി വരികയും ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് എൻഡോയെ അടിച്ച ഗോൾ സൂപ്പർ ഗോളാണ്. അകത്ത് തർക്കമൊന്നുമില്ല. രണ്ടാം പകുതിയിൽ നല്ല രൂപത്തിൽ സ്വിറ്റ്സർലൻഡ് വന്നുകൊണ്ടിരിക്കുകയാണോ എംബോളോയുടെ ആ മണ്ടത്തരം സംഭവിക്കുന്നത്. കളിയിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ലയണൽ മെസ്സിയും ഹുലിയൻ അൽവാരസും അലക്സിസ് മക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് എംബോലോ, എൻഡോയെ, റീഡർ, സോ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ അർജന്റീനയേക്കാൾ ഒരു ആധിപത്യം പുലർത്താനുള്ള ചെറിയ ശ്രമങ്ങൾ സ്വിറ്റ്സർലൻഡ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഒരു 8-9 മിനിറ്റോടുകൂടി മെസ്സിയുടെ ഫസ്റ്റ് ടച്ച് വരുന്നു. മെസ്സി ഇമ്മീഡിയറ്റ്ലി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ പോയി. മെസ്സിയുടെ ആദ്യ കോർണർ തന്നെ ഗോൾ മണമുള്ളൊരു കോർണറായിരുന്നു. തൊട്ടു പിന്നാലെ അടുത്ത കോർണറിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത്. 10ാമത്തെ മിനിറ്റിൽ കിടിലൻ കോർണർ, കിടിലൻ ഹെഡർ. മെസ്സിയുടെ മികച്ചൊരു കോർണർ, അലക്സിസ് മാക്കലിസ്റ്ററുടെ മികച്ച ഹെഡർ കോബലിനെ മറികടന്നുകൊണ്ട് പന്ത് സ്വിറ്റ്സർലൻഡിൻ്റെ വലയിൽ. അർജന്റീന അതിന് മുമ്പുള്ള കളികളിലൊക്കെ ഒന്ന് വലഞ്ഞതാണല്ലോ. ഇത്തവണ അങ്ങനെയല്ല. തുടക്കത്തിൽ ലീഡെടുക്കുന്നു, ഇനി അങ്ങോട്ട് ആധിപത്യമാകുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല പോയത്. സ്വിറ്റ്സർലൻഡും നല്ല രൂപത്തിൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആദ്യ പകുതിയെ കുറിച്ച് പറയുമ്പോൾ അതാണ് പറയേണ്ടി വരിക. സ്വിറ്റ്സർലൻഡിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നു, അർജന്റീന ഡിഫെൻഡ് ചെയ്തു. എന്നാൽ അർജന്റീനയുടെ നീക്കങ്ങളും ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയൊക്കെ ബോളുമായിട്ടൊക്കെ കയറി വന്ന് പൊസിഷനൊക്കെ കൂടുതലെടുത്തെങ്കിലും ഫൈനൽ തേർഡിലേക്കുള്ള പെനിട്രേഷൻ കുറവായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം 1-0 അർജന്റീന മുന്നിലാണ്. രണ്ടാം പകുതിയിൽ എന്താ സംഭവിച്ചത്? രണ്ടാം പകുതിയിൽ സ്വിറ്റ്സർലൻഡ് കളി മാറ്റി. പൂർണ്ണമായിട്ടും അവർ കളി കൈവശം വെക്കാൻ തീരുമാനിച്ചിട്ടാണ് അവർ ഇറങ്ങി വന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ രൂപത്തിലാണ് അവർ പിന്നീട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് അവർ അർജന്റീനയുടെ ഏരിയയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒടുവിലാണ് റോഡ്രിഗസിൽ നിന്ന് ബോൾ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു 1-1 കളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വന്നിട്ട് എൻഡോയുടെ ഒരു സൂപ്പർ ഫിനിഷിങ്. ഡിബു മാർട്ടിനസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലുകൾക്കിടയിലൂടെയാണ് പന്ത് വലയിലേക്ക് കയറുന്നത്. 1-1 ഗെയിം ഓൺ. ഇതാ സ്വിറ്റ്സർലൻഡ് അർജന്റീനയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ വേൾഡ് കപ്പിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനലിൽ ഇങ്ങനെ ഒരാൾ ചെയ്യുമോ? ഒരു കാര്യവുമില്ലാതെ സിമുലേഷൻ നടത്തുന്നു. ആ സിമുലേഷൻ നടത്തപ്പെടുമ്പോൾ അവിടെ വാറുണ്ട്. റഫറിക്ക് ആദ്യം ഐഡൻറ്റിറ്റി മിസ്റ്റേക്കായി. അത് നമ്മുടെ ലിയാൻഡ്രോ പെരഡസിൻ്റെ ഫൗളാണെന്ന് കരുതി പെരഡസിന് യെല്ലോ കാർഡ് കൊടുത്തു. അതിനുശേഷം വാർ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ചെങ്ങാതി ഒരു കോൺടാക്റ്റും ഇല്ലാതെയാണ് അവിടെ മറിഞ്ഞു വീഴുന്നത്, സിമുലേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് റഫറിക്ക് മറ്റു വഴികളില്ല, യെല്ലോ കാർഡ് കൊടുക്കൽ തന്നെ മാർഗം. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിലൊക്കെ ഒരു യെല്ലോ കാർഡ് വാങ്ങിയിരുന്നല്ലോ എംബോലോ. ഒരു കാര്യമില്ലാതെ ഫൗൾ ചെയ്തിട്ടാണ് ആ യെല്ലോ കാർഡ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ യെല്ലോ കാർഡായിട്ട് അയാൾക്ക് റെഡ് കാർഡ് കിട്ടി. അതിലൊന്നും യാതൊരുവിധ അസ്വാഭാവികതയും റഫറിയുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ അയാൾ കുറേ കരഞ്ഞ് ഡ്രാമ കാണിച്ചിട്ട് കാര്യമുണ്ടോ? വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ വാറും മറ്റുമൊക്കെയുള്ള സമയത്ത് ഇമാതിരി പണി കാണിച്ചാൽ പിന്നെ റെഡ് കാർഡ് അല്ലാതെ എന്താണ് കിട്ടുക? അവിടെ തീർന്നു സ്വിറ്റ്സർലൻഡ് എന്ന് ഞാൻ പറയും. പിന്നെ ആളെണ്ണം കുറവ്. ആ ഒരു ഗോൾ അവർക്ക് കൊടുക്കുമായിരുന്ന മൊമെൻറ്റം നഷ്ടപ്പെടുത്തി. പിന്നെ സ്വാഭാവികമായിട്ടും അർജന്റീന ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമങ്ങളുമായിട്ട് അർജന്റീന ആക്രമണം നടത്തുമ്പോഴും ഈ 10 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്ത് നിന്നു സ്വിറ്റ്സർലൻഡ് എന്നുള്ളത് ശരിയാണ്. സ്വിറ്റ്സർലൻഡ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിക്കോ ഗോൺസാലസിനെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടുന്നു കോച്ച്. ടാഗ്ലിയാഫിക്കോയെ പിൻവലിച്ചുകൊണ്ട് 85 മിനിറ്റ് ആകുമ്പോൾ ഡീ ബോളിനെ മാറ്റിയിട്ട് ലൗതറോ മാർട്ടിനസിനെ വിടുന്നു. മോളിനെ മാറ്റി മൊണ്ടീലിനെ വിടുന്നു. സോ കളി പിടിക്കാൻ തന്നെ ആ ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നു സ്കലോനി എന്നർത്ഥം. പിന്നാലെ മറുഭാഗത്ത്
3 മാറ്റങ്ങളുമായിട്ട് സ്വിറ്റ്സർലൻഡും അവരുടെ കോട്ട ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ മത്സരം തീരുമ്പോൾ പിന്നെ ഗോളുകളില്ല, 1-1 സമനില. അത് തന്നെ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു. എക്സ്ട്രാ ടൈമിൽ അവരെന്തായാലും 30 മിനിറ്റ് പിടിച്ച് നിൽക്കില്ല എന്ന് ഉറപ്പായിരുന്നു. 10 പേരെ വെച്ചുകൊണ്ട് കളിയുടെ തുടക്കത്തിൽ തന്നെ എക്സ്ട്രാ ടൈമിൽ തന്നെ എൻസോ ഫെർണാണ്ടസിന് പകരം തിയാഗോ അൽമേഡ വന്നു. കളിയിൽ പിന്നീട് അൽമേഡക്കും അതുപോലെ തന്നെ ലിച്ചക്കുമൊക്കെ ലൗട്രോ മാർട്ടിനസിനുമൊക്കെ യെല്ലോ കാർഡ് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് ആദ്യ പകുതി അങ്ങനെ അവസാനിക്കുന്നു എന്ന് തോന്നിച്ച ഘട്ടം മത്സരം പിന്നെ രണ്ടാം പകുതിയിലേക്ക് മാറുന്നു. അതായത് എക്സ്ട്രാ ടൈമിൻ്റെ രണ്ടാം പകുതിയിലേക്ക് മാറുന്നു. രണ്ടാം പകുതിയിൽ കളി ഇനി ഷൂട്ട് ഔട്ടിലേക്ക് പോകുമോ എന്നൊക്കെ നമ്മൾ കരുതുമ്പോഴാണ് 112-ാമത്തെ മിനിറ്റിൽ വെടിച്ചില് ഗോള്. അത് നമ്മൾ കൈയടിക്കണം. എന്തൊരു ഫിനിഷിംഗ് ആണ്. മെസ്സിയൊക്കെ ശ്രമിച്ചിട്ട് നടക്കാതെ ഗോൾ വലയിലേക്ക് പന്തെത്താതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ ഒരു ഗോള് ഹൂലിയൻ അൽവാരസ് അടിക്കുന്നത്. ഹോസെ മാനുവൽ ലോപ്പസിൽ നിന്ന് പന്ത് സ്വീകരിച്ചുകൊണ്ട് പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് ആ ഒരു കേളിംഗ് ഷോട്ട് അർജൻറ്റീന മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ കിരീടമൊക്കെ ചൂടുകയാണെങ്കിൽ പതിറ്റാണ്ടുകളോളം സംസാരിക്കാനുള്ള ഗോളുണ്ടത്. അതൊരു മനോഹരമായ ഗോളായിരുന്നു. കേളിയായിട്ട് അർജൻറ്റീന വലയിലേക്ക് കയറുന്നു. പിന്നെ ആർഗ്യുമെൻറ്റും മറ്റു കാര്യങ്ങൾക്കൊക്കെ പിന്നാലെ ലോപ്പസിന് യെല്ലോ കാർഡൊക്കെ കിട്ടുന്നുണ്ട്. കളി തിരിച്ചു പിടിക്കാൻ അപ്പോഴാണ് ഒരു ശ്രമം പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നടക്കുന്നത്. അപ്പോൾ പിന്നെ സംഗതി ഉറപ്പാണല്ലോ. അങ്ങനെ നീക്കങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഡിഫൻസ് ഓപ്പൺ ആവും. അത്തരത്തിലുള്ള ഒരു റണ്ണിൽ നിന്നാണ് അടുത്ത ഗോൾ പിറക്കുന്നത്. ലൗട്രോ മാർട്ടിനസിൻ്റെ ഗോൾ പിറക്കുന്നത്. അത് കളിയുടെ അവസാനം, അതായത് എക്സ്ട്രാ ടൈമിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് ആ ഗോൾ പിറക്കുന്നത്. ആ ഒരു നീക്കത്തിനൊടുവിൽ കോബൽ ബോൾ തടുത്തതാണ്. പക്ഷേ ലൗട്രോ റീബൗണ്ടിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിച്ചു. മത്സരം 3-1 അർജൻറ്റീന വിജയിച്ചു. അപ്പോൾ ഈ കളിയെക്കുറിച്ച് പറയുമ്പോൾ അർജൻറ്റീന ആധിപത്യം പുലർത്തി എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. അതിന് സാധിച്ചത് ബ്രീൽ എംബോളയുടെ ആനമണ്ടത്തരത്തിൽ നിന്നാണ്. അതല്ലായിരുന്നെങ്കിൽ കളി എന്താകുമായിരുന്നേനെ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഇംഗ്ലണ്ടാണ് സെമിഫൈനൽ എതിരാളികൾ. കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല. അവിടെ അർജൻറ്റീന വേറെ ലെവൽ കളി കളിക്കുമെന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.